Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചാ? നമുക്ക് കേൾക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഫുഡ് കഴിച്ചാ? കഴിച്ചു. കഴിഞ്ഞ ദിവസം എടുത്ത ഭാഗങ്ങളൊക്കെ ഓർത്തെടുത്തായിരുന്നോ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലല്ലോ അല്ലെ? ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഉള്ളവര് വായിച്ചൊന്ന് നോക്കിയാ? ഓക്കെ, വായിച്ചു നോക്കി. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? നമ്മള് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് തുടങ്ങിയത്. 5ാമത്തെ ചാപ്റ്റർ ആണ്. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളെ പ്രധാനമായിട്ട് നമ്മൾ 3ആയിട്ട് തിരിച്ചു അല്ലെ? ഏതൊക്കെയായിരുന്നു നോർത്തെ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഏതായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് വീണ്ടും 2 സബ് ഡിവിഷൻസ് ആയിരുന്നു അല്ലെ? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആയിരുന്നു? OPD ആൻഡ് IPD അല്ലെ? ഓക്കെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇൻപേഷ്യന്റ് സർവീസസിൽ വരുന്ന കാര്യങ്ങളും ഔട്ട് പേഷ്യന്റ് സർവീസസിൽ വരുന്ന കാര്യങ്ങളുമാണ് അല്ലെ? ഔട്ട് പേഷ്യന്റ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചു? യെസ്, നമ്മൾ ആദ്യം പഠിച്ചത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഓക്കെ, OPDയുടെ പ്രത്യേകത എന്താണ്? അവിടെ പേഷ്യൻസ് വരുന്നത് ഓൺലി ഫോർ ദ കൺസൾട്ടേഷൻ ആണ് അല്ലെ? അഡ്മിഷന് വേണ്ടിയിട്ടാണ് വരുന്നത്? അല്ല, കൺസൾട്ടേഷന് വേണ്ടി വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് OPD എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ് OPD ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന് പറയുന്ന മറ്റു പേരെന്തായിരുന്നു? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന് പറയുന്നത് Accident and Emergency Department. Accident and Emergency Department. ചിലപ്പോ E and C, A and E എന്ന് പറയും കേട്ടോ. A and E. A for accident, E for emergency. അങ്ങനെ അത് പഠിക്കുന്നുണ്ട് കേട്ടോ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അത് പറഞ്ഞു. പിന്നെ നമ്മൾ തുടങ്ങി വെച്ചത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. അതില് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ് നമ്മൾ ഏതാണ് പഠിച്ചത്? ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ് ഏതായിരുന്നു? കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ കാഡ് എന്ന് പറയും അല്ലെ? ഓക്കെ ലിജി, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെ? കാഡിന് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ. ഏതായിരുന്നു എക്സാമ്പിള്? ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു? ആൻജിനയാണ് കേട്ടോ. ബൈപ്പാസ് ശരിക്കും അസുഖമല്ല, അതൊരു പ്രൊസീജിയർ ആണ് കേട്ടോ. കാഡിന് എക്സാമ്പിൾ ചോദിച്ചാൽ ആൻജിനയാണ് പറയുന്നത്. ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ അതൊരു പ്രൊസീജിയർ, അത് അസുഖമല്ല. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് എന്ത്? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് അല്ലെ? അഥവാ CABG വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം കേട്ടോ. മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? അത് പ്രാക്ടീസ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കത് ബാക്കിയുള്ള കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ചോദിക്കാനില്ലല്ലോ. ഓൾ മ്യൂട്ട് ചെയ്തിട്ട് കേട്ടോ. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ഫസ്റ്റ് പാരഗ്രാഫ് മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? ബാക്കി സെക്കൻഡ് പാരഗ്രാഫ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ബൈപ്പാസ് ഗ്രാഫ്റ്റിങ്ങിനെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയാൻ കാരണം നമ്മള് പുതിയൊരു ആർട്ടറിയാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അതിന് ഗ്രാഫ്റ്റ് എന്നാണ് നമ്മൾ പറയുക കേട്ടോ. അതുകൊണ്ടാണ് പേര് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ,
സെക്കൻഡ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. കാർഡിയാക് സർജറി ഇൻവോൾവ്സ് procedures like bypass surgeries, the valve repairs, valve replacement and surgery for the congenital defects. Okay. അപ്പോ കാർഡിയാക് സർജറി എന്ന് പറയുമ്പോൾ ബൈപ്പാസ് സർജറി മാത്രമല്ല അല്ലെ, ബൈപ്പാസ് സർജറി നടക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ സർജറികൾ അവിടെ നടക്കുന്നുണ്ട്? വാൽവ് റിപ്പയർസ് അല്ലെ, വാൽവുകൾക്ക് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ വാൽവ് റിപ്പയർ സർജറികൾ ഉണ്ട്. വാൽവ് റീപ്ലേസ്മെന്റ്, ചിലപ്പോൾ വാൽവുകൾ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സർജറി ഫോർ ദ കൺജെനിറ്റൽ ഡിഫക്ട്. കൺജെനിറ്റൽ ഡിഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ? കൺജെനിറ്റൽ ബൈ ബർത്ത് ആണ് കേട്ടോ. ജന്മന ഉണ്ടാകുക വൈകല്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ചിലർക്ക് ഹാർട്ടിന് ഓൾറെഡി കംപ്ലൈന്റ് ആയിട്ട് ജനിക്കുന്ന ആളുകളുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കൺജെനിറ്റൽ ഡിഫക്ട്സുകൾക്കൊക്കെയുള്ള സർജറികളും എവിടെ ചെയ്യുന്നുണ്ട്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തത് വാസ്കുലാർ ഡീൽസ് വിത്ത് ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽസ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് വെസൽസ്, സോറി വാസ്കുലാർ. വാസ്കുലാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് വരണം? ബ്ലഡ് വെസൽസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ വാസ്കുലാർ ഡീൽസ് വിത്ത് ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബ്ലഡ് വെസൽസിന്റെ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടതിന് നമ്മൾ വാസ്കുലാർ എന്ന ടേമാണ് യൂസ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർഡിയോ വാസ്കുലാർ, കാർഡിയോ ഫോർ ഹാർട്ട് ആണ്, വെസൽസ് ഫോർ എന്താണ്? വാസ്കുലാർ മീൻസ് ബ്ലഡ് വെസൽസ് ആണ് കേട്ടോ, അത് ഓർത്ത് വെക്കണേ. അപ്പൊ വാസ്കുലാർ ഡീൽസ് വിത്ത് ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽസ്. ഓക്കെ, ഇനി അതുകൂടാതെ മറ്റെന്തൊക്കെ സേവനങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കിയേ. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, അതുപോലെ ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ഈസ് ആൾസോ ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പേസ് മേക്കർ ഘടിപ്പിക്കാം, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. നമ്മുടെ ഹാർട്ടിനകത്ത് ഓൾറെഡി തന്നെ പേസ് എന്ന് പറഞ്ഞാൽ എന്താ? വേഗത എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഹൃദയ സ്പന്ദനം നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ് അല്ലെ നമ്മുടെ സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയും. നമ്മുടെ ഹാർട്ടിനകത്തുള്ളൊരു ഓൾറെഡി നാച്ചുറൽ ആയിട്ടുള്ളതാണ് സൈനോ ഏട്രിയൽ നോഡ്. അതിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പേസ് മേക്കർ അവിടെ ഘടിപ്പിക്കൂ അല്ലെ. ഹൃദയത്തിന്റെ സ്പന്ദനം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ, അതിന്റെ വേഗത അല്ലെ, പേസ്, അതിന് വേണ്ടിയിട്ട് പേസ് മേക്കർ ഘടിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ പ്രൊസീജിയറുകള്. പിന്നെ ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ആ പേര് കേട്ടൊന്നും പേടിക്കണ്ട. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു പുതിയൊരു ടേം നിങ്ങൾ പഠിച്ചില്ലേ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. എന്താണ് സംഭവം എന്ന് വിചാരിക്കേണ്ട, ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ. ഹാർട്ട് അറ്റാക്കിന് പറയുന്നതാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയും. ഈ ടേം നോക്കി വെക്കുക കേട്ടോ, കാരണം ഇനിയുള്ള ഓരോ ചാപ്റ്ററുകളൊക്കെ വരുമ്പോ ഈ ഒരു പേര് നിങ്ങൾക്ക് കാണിച്ചപ്പോ ഹാർട്ട് അറ്റാക്ക് എന്നാവില്ല കാണാം, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അപ്പൊ അതെന്താണെന്ന് വിചാരിക്കരുത്, ഹാർട്ട് അറ്റാക്കിനെ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അതിന്റെ ട്രീറ്റ്മെന്റുകളും മറ്റും ഇവിടെ ചെയ്യുന്നുണ്ട്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ കാർഡിയോളജി എന്ന് പറഞ്ഞാല് ഹാർട്ടിന്റെ ഹൃദയ സംബന്ധമായിട്ടുള്ളതും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമാണ് നമ്മുടെ ഹാർട്ട് അല്ലെ. ഹാർട്ടും ബ്ലഡ് വെസൽസും ബ്ലഡും ഒക്കെ നമ്മുടെ സർക്കുലേഷന്റെ ഭാഗമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസസുകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിന് നമ്മൾ കാർഡിയോളജി എന്നാണ് പറയുന്നത്. ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് കാഡ് ആണ്. കാഡിന്റെ ഫുൾ ഫോം ആണ് കൊറോണറി ആർട്ടറി ഡിസീസ്. എക്സാമ്പിൾ ഫോർ കാഡ് എന്താണെന്ന് ചോദിച്ചാൽ ആൻജിനയാണ്. പിന്നെ ആ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്ന പ്രൊസീജിയർ. അപ്പൊ നിങ്ങളോട് പ്രൊസീജിയർ തരും, എന്നിട്ട് പറയും ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മളോട് ചോദിക്കേണ്ട ട്രീറ്റ്മെന്റ് ഓഫ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ചെയ്യുന്നത്. അപ്പൊ ആ പേര് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാണ് അത് കാർഡിയോളജി ആയിട്ട് അല്ലെ, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് അനസ്തേഷ്യോളജി കേട്ടോ. അടുത്താണ് അനസ്തേഷ്യോളജി. ഓക്കെ, നമുക്കറിയാം നമ്മൾ സാധാരണ എപ്പോഴാണ് പൊതുവെ അനസ്തേഷ്യ കൊടുക്കുക, നമ്മള് എപ്പോഴാണ് അനസ്തേഷ്യ കൊടുക്കുക, നമ്മള് ഏത് സമയത്ത് അനസ്തേഷ്യ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ്? സർജറിയുടെ ഭാഗമായിട്ട് അല്ലെ. അതെ, സർജറിക്ക് മുൻപായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? അനസ്തേഷ്യ. അതെ, സർജറിയുടെ ഭാഗമായിട്ട് അനസ്തേഷ്യ കൊടുക്കാറുണ്ട്. എന്തിനാ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്? പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്. ഈ അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട്.
അവരാണ് അത് കൊടുക്കുന്നത് കേട്ടോ. സാധാരണ എല്ലാ ഡോക്ടേഴ്സിനും ചെയ്യാൻ പറ്റില്ല, അറിയാലോ. അനസ്തേഷ്യ ചെയ്യുന്നത് അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, എന്താ പറഞ്ഞു, പെയിൻ കില്ലേഴ്സ്, അതായത് നമുക്ക് പെയിൻ അറിയുന്നില്ല അല്ലെ. ഓക്കെ, അപ്പൊ ആ അനസ്തേഷ്യോളജി വിഭാഗമാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. Doctors in this department administer anesthesia for the patients for procedures and surgeries. The anesthesiology will administer, അതായത് പൊതുവെ നമ്മൾ എന്തെങ്കിലും സർജറിയുടെ ഭാഗമായിട്ട് സർജിക്കൽ പ്രൊസീജിയറിനൊക്കെയാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് 3 ടൈപ്പ് ഓഫ് അനസ്തേഷ്യയാണ് പഠിക്കാനുള്ളത്. എത്ര ടൈപ്പാണ്? 3 ടൈപ്പാണ്. 3ഉം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് 3 ടൈപ്പ് അനസ്തേഷ്യ? ഫസ്റ്റ് വൺ ജനറൽ അനസ്തേഷ്യ കേട്ടോ, ജനറൽ അനസ്തേഷ്യ. സെക്കൻഡ് വൺ ലോക്കൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ. തേർഡ് വൺ റീജിയണൽ അനസ്തേഷ്യ. ഇതൊക്കെയാണ് ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. അങ്ങനെ 3 ടൈപ്പ് ഓഫ് അനസ്തേഷ്യയാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഓരോ ടൈപ്പ് ഓഫ് അനസ്തേഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് വൺ ജനറൽ അനസ്തേഷ്യ ആണ്. ജനറൽ അനസ്തേഷ്യയിൽ നോക്കിയേ, ജനറൽ അനസ്തേഷ്യ ഈസ് മെഡിസിൻ ദാറ്റ് ഈസ് അഡ്മിനിസ്റ്റർഡ് by an anesthesiologist, a medical doctor, through a mask or IV cannula placed in the vein. Through a mask or IV cannula എന്നുള്ളത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നമ്മൾ പൊതുവെ അനസ്തേഷ്യ, പ്രത്യേകിച്ച് ജനറൽ അനസ്തേഷ്യകള് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ത്രൂ മാസ്ക് ഓർ IV കാനുല. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ജനറൽ അനസ്തേഷ്യ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്നുകിൽ മാസ്ക് മുഖേന നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ IV കാനുല. നമ്മുടെ കയ്യിൽ കാനുല വെക്കില്ലേ, IV ഇൻട്രാവെയിൻ. ഇൻട്രാവെയിൻ മീൻസ് എന്താണ്? ഇൻസെർട്ടഡ് ഇൻ ടു ദ വെയിൻ. നമ്മൾ നേരിട്ട് വെയിനിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അല്ലെ. കാനുല വെക്കാറില്ലേ നമ്മൾ അഡ്മിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ? അതിൽ നിന്ന് അഡ്മിറ്റ് ആയിട്ട് ഞാൻ നഴ്സ് വന്ന് നമ്മുടെ കയ്യിൽ കാനുല വെക്കും അല്ലെ. ഓക്കെ, IV കൊടുക്കാനായിട്ട് അല്ലെ. അതായത് ഇൻസെർട്ടഡ് ഇൻ ടു ദ വെയിൻ ആണ് കേട്ടോ. അതായത് വെയിനിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്ത് 2 രീതിയിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മാസ്ക് മുഖേന നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ IV ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തിരിക്കാം. ഇനി ജനറൽ അനസ്തേഷ്യയുടെ പ്രത്യേകത എന്താണ് പറയുന്നത്? വൈൽ ദ അനസ്തേഷ്യ ഈസ് വർക്കിംഗ് പേഷ്യന്റ് വിൽ ബി അൺകോൺഷ്യസ് അല്ലെ. ജനറൽ അനസ്തേഷ്യ നമ്മൾ കൊടുക്കുമ്പോൾ പേഷ്യന്റ് എന്ത് ചെയ്യാണ്? മൊത്തത്തിൽ അൺകോൺഷ്യസ് ആവാണ് അല്ലെ, അബോധാവസ്ഥയിലാവാണ്. ദാറ്റ് മീൻസ് പേഷ്യന്റ് എന്താണ്? ഒരു സ്ലീപ്പിംഗ് മോഡിലോട്ട് പോവാണ് അല്ലെ. മൊത്തത്തിൽ അവരെന്താണ്? ഒന്നും അറിയുന്നില്ല, അൺകോൺഷ്യസ് ആവാണ്, അബോധാവസ്ഥയിലോട്ട് പോവുകയാണ്. അപ്പൊ പൊതുവെ നമ്മൾ ജനറൽ അനസ്തേഷ്യക്ക് എവിടെ കൊടുക്കാം? വലിയ നമ്മൾ ഈ ബൈപ്പാസ് സർജറി പോലത്തെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് സർജറികളിലൊക്കെയാണ് നമ്മൾ എന്ത് കൊടുക്കാറ്? ജനറൽ അനസ്തേഷ്യ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ അത് കൊടുക്കുമ്പോൾ ഈ പറയുന്ന പേഷ്യന്റ് ബിക്കം അൺകോൺഷ്യസ് ആവാണ് കേട്ടോ. ഒന്നും തന്നെ അവർ അറിയുന്നില്ല, സ്ലീപ്പിംഗ് മോഡിലോട്ട് അവര് പോവാണ്. അത്രയേ ഉള്ളൂ കേട്ടോ മനസ്സിലാക്കാനായിട്ട്, വേറൊന്നുമില്ല അതിനകത്ത്. അടുത്തതാണ് ലോക്കൽ അനസ്തേഷ്യ. അത് ശ്രദ്ധിക്കാം. എവിടെയാണ് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നത് നോക്കി. എ ലോക്കൽ അനസ്തേഷ്യ ബ്ലോക്സ് സെൻസേഷൻ ഇൻ സ്മോൾ ഏരിയാസ്. ചെറിയ ചെറിയ ഏരിയകളിലൊക്കെ സെൻസേഷൻ ഉണ്ടല്ലോ, അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ ഇത് കൊടുക്കുന്നത്, ലോക്കൽ അനസ്തേഷ്യ കൊടുക്കുന്നത് കേട്ടോ. ആരാണ് യൂസ് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡെന്റിസ്റ്റ് യൂസ് ലോക്കൽ അനസ്തേഷ്യ വെൻ നമ്പറിംഗ് എ ജോ ഓർഗൻസ്. അപ്പൊ പ്രത്യേകം എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡെന്റിസ്റ്റ് യൂസ് ചെയ്യുന്ന അനസ്തേഷ്യ ഏതാണ്? ഓക്കെ, ഏതാണ് ഉപയോഗിക്കുന്നത്? ലോക്കൽ അനസ്തേഷ്യ ആണ്. നമ്മൾ ഈ പല്ല് ഡോക്ടർ എടുത്ത് പോകുമ്പോൾ നമുക്കറിയാം, റൂട്ട് കനാൽ ചെയ്യുമ്പോഴും പല്ല് പറിക്കുമ്പോഴൊക്കെ നമ്മൾക്ക് ജനറൽ അനസ്തേഷ്യ ആണ് അവർ തരുന്നത്. അല്ല, ആ ഒരു ഏരിയയിൽ മാത്രമാണ് അവർ ജസ്റ്റ് ഒന്നെങ്കിൽ സ്പ്രേ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്യും മോണമേ. അതോടുകൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അവിടുത്തെ പെയിൻ നമ്മൾ അറിയുന്നില്ല. കാര്യം നമ്മൾ കോൺഷ്യസ് ആണ്, നടക്കുന്നതും ചെയ്യുന്നതൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മൾ എന്താ അറിയുന്നില്ല? വേദന മാത്രം നമ്മൾ അറിയുന്നില്ല അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ലോക്കൽ അനസ്തേഷ്യ. അപ്പൊ പ്രത്യേകം ഓർത്ത് വെക്കാം കേട്ടോ. ഡെന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്ന അനസ്തേഷ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോക്കൽ അനസ്തേഷ്യ ആണ്. വളരെ സ്മോൾ ഏരിയയിൽ മാത്രം സെൻസേഷനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്. അവിടെ ഒരിക്കലും പേഷ്യന്റ് എന്താകുന്നില്ല? അൺകോൺഷ്യസ് ആകുന്നില്ല, ഓൺലി പെയിൻ മാത്രം നമ്മൾ അറിയുന്നില്ല. ഓക്കെ, ഇതാണ് അത് ഓരോന്നിന്റെ വ്യത്യാസങ്ങൾ അതാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് എന്താണ്? റീജിയണൽ അനസ്തേഷ്യ ആണ് കേട്ടോ. റീജിയണൽ അനസ്തേഷ്യ അത് നോക്കിയേ. റീജിയണൽ അനസ്തേഷ്യ നംസ് എ സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി. നമ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? മരവിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നംസ് മീൻസ് മരവിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ
നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോർഷൻ, ഏതെങ്കിലും ഒരു ഭാഗം, ചെറിയൊരു ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോ ഒരു റീജിയൻ ആയിരിക്കും അല്ലെ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിരിക്കാം. ആ ഒരു ഭാഗത്തിനെ എന്താണ് മരവിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സെൻസേഷനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റീജിയണൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, സിസേറിയൻ സെക്ഷൻസ് ആർ ഡൺ വിത്ത് റീജിയണൽ അനസ്തേഷ്യ. അണ്ടർലൈൻ ചെയ്യാട്ടോ, സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ. സിസേറിയൻ സെക്ഷൻസ് ഏത് അനസ്തേഷ്യ കൊടുക്കുന്നത്, റീജിയണൽ അനസ്തേഷ്യ ആണ് കൊടുക്കുന്നത് അല്ലെ. കാര്യം എന്താണ്, സിസേറിയൻ ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഇഞ്ചക്ഷൻ ചെയ്യും അല്ലെ, അവിടെ ഒക്കെ എന്താണ് നമ്മൾ അൺകോൺഷ്യസ് ആകുന്നുണ്ടോ, ഇല്ല, നമ്മൾ കോൺഷ്യസ് ആണ് അല്ലെ, ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ എന്താണ്, ആ ഒരു ഏരിയയിലത്തെ വേദന മാത്രം നമ്മൾ അറിയില്ല. നമ്മൾ അങ്ങനെ പ്രൊസീജിയർ ചെയ്യുന്നുണ്ടെന്നും ചുറ്റുവട്ടമൊക്കെ നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ പെയിൻ മാത്രം നമ്മൾ അറിയുന്നില്ല അല്ലെ. കാരണം നമ്മുടെ അബ്ഡോമിന് താഴത്തോട്ട് എന്താണ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, സെൻസേഷനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ചെയ്യുന്നത്, സിസേറിയൻ സെക്ഷന് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് അനസ്തേഷ്യ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് റീജിയണൽ അനസ്തേഷ്യ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എന്താ പറയുന്നത്, ഡ്യൂറിംഗ് ദ സർജറി ദ അനസ്തേഷ്യോളജിസ്റ്റ് വിൽ മോണിറ്റർ the patient's blood pressure, heart rhythm, temperature, level of consciousness and amount of oxygen in the blood. അപ്പൊ നമ്മൾ ഈ 3 ടൈപ്പ് പഠിച്ചപ്പോ ഒരേ ഒരെണ്ണത്തിൽ മാത്രമാണ് പേഷ്യന്റ് അൺകോൺഷ്യസ് ആവുന്നത്, സ്ലീപ്പിംഗ് മോഡിലോട്ട് പോകുന്നത്. അത് ഏത് അനസ്തേഷ്യ, ജനറൽ അനസ്തേഷ്യ. അതിന് മാത്രമാണ് ഫുൾ ബോഡി എന്താണ് ഒരു സ്ലീപ്പിംഗ് മോഡിലോട്ട് പോകുന്നത്. ബാക്കി 2 അനസ്തേഷ്യയിലും പേഷ്യന്റ് എന്താണ് കോൺഷ്യസ് ആണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ പൊതുവെ നമ്മൾ ഈ സർജറിയുടെ സമയത്ത് അനസ്തേഷ്യോളജിസ്റ്റ് എന്ത് ചെയ്യുന്ന അറിയാമോ, അവര് പേഷ്യന്റിന്റെ ബ്ലഡ് പ്രഷർ, അവരുടെ ഹാർട്ട് റിതം, ടെമ്പറേച്ചർ, അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, പിന്നെ അവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ, ബ്ലഡിലുള്ള അവരുടെ ഓക്സിജന്റെ അളവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവര് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അനസ്തേഷ്യ കൊടുത്തിട്ട് അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് അവിടെ നിന്ന് പോവുകയല്ല ചെയ്യാം, അവിടെ നിൽക്കും. ഇത് എന്ത് ചെയ്യും, ഈ സർജറിയുടെ പ്രൊസീജിയർ നടക്കുമ്പോൾ ത്രൂ ഔട്ട് അവരെന്ത് ചെയ്യും, പേഷ്യന്റിന്റെ ഈ പറയുന്ന ബ്ലഡ് പ്രഷറും ഹാർട്ട് റിതവും ടെമ്പറേച്ചറും അവരുടെ കോൺഷ്യസ്നെസ് ലെവലും അതുപോലെ അവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവര് എന്ത് ചെയ്യുന്നുണ്ടാവും, മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ അല്ലേ? 3 ടൈപ്പ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റ് ഒന്ന് സ്ക്രീനിൽ നോക്കി വായിച്ച എല്ലാവരും, ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് വായിക്കുക കേട്ടോ, അല്ലാത്തവരെ സ്ക്രീനിലൊന്ന് വായിച്ചത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ്, അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അഥവാ CCU ഓർ ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. 2 പേരും പറയും കേട്ടോ, CCU എന്നും പറയും, ICU എന്നും പറയും. CCU എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ICU കേട്ടോ. നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. എന്താണ് ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, ഇന്റൻസീവ് കെയർ, ക്രിട്ടിക്കൽ കെയർ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും, ഗുരുതരമായിട്ടുള്ള രോഗികൾ അല്ലെ, വളരെ ഗുരുതരമായിട്ട് ഇഞ്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ തീവ്ര പരിചരണം കൊടുക്കുന്ന വിഭാഗമാണ് ICU അഥവാ CCU എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇപ്പൊ വായിക്കാം. Critical care unit is a specialty that cares for patients with acute life-threatening illness. അല്ലെ, ഏറ്റവും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഇൽനെസ് ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന പരിചരണം കൊടുക്കുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് എന്ത്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ കെയർ is delivered through a highly specialized intensive care unit, also known as എന്തൊക്കെ പേരുകൾ പറയും, ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, അങ്ങനെയൊക്കെ പേരുകൾ പറയൂ കേട്ടോ. അതായത് നമ്മൾ അവിടെ ആ ഒരു അങ്ങനെയുള്ള രോഗികൾക്ക് ഒരു തീവ്ര പരിചരണം നമ്മൾ എന്തിലൂടെയാണ് കൊടുക്കുന്നത്, ഈ പറയുന്ന ICUയിലൂടെയാണ് അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലൂടെയാണ് നമ്മൾ ആ ഒരു പരിചരണം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ,
The patients are usually transferred to the ICU after initial stabilization at the emergency room, operation theatre or recovery room. നമ്മൾ ഉടനെ തന്നെ ഒരു പേഷ്യന്റിനെ ഐസിയുലോട്ട് മാറ്റുകയാണോ ചെയ്യുന്നത്? അല്ല, ആദ്യം തന്നെ എന്ത് ചെയ്യും? ഒന്നുകിൽ എമർജൻസി റൂമില്, ദാറ്റ് മീൻസ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യന്റ് ആവാം, ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള പേഷ്യന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ റിക്കവറി റൂമിലോട്ട് മാറ്റിയ പേഷ്യന്റ് ആയിരിക്കാം. അങ്ങനെയുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻ ചിലപ്പോൾ സിവിയർ ആവുകയാണ്, എന്തെങ്കിലും സിവിയറിറ്റി, ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു ഗുരുതരാവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ അവരെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് കുറച്ചും കൂടെ ഇന്റൻസീവ് കെയർ കൊടുക്കാൻ നമ്മൾ ICUലോട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ICU എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഒത്തിരി ഈ പറയുന്ന പോലെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഒത്തിരി എക്യുപ്മെന്റ്സുകളും മറ്റുള്ള സജ്ജീകരണങ്ങളും സ്റ്റാഫുകളും എല്ലാം ഉള്ള എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് എന്ത് ICU എന്ന് പറയുന്നത്. അതിന് തീവ്രപരിചരണമാണ് നമ്മൾ അവിടെ രോഗികൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, certain patients need to be isolated and need close and individual medical attention. നമുക്കറിയാലോ, ചില രോഗികളെ സംബന്ധിച്ച്, സിവിയർ ആയിട്ടൊക്കെയുള്ള രോഗികളെ സംബന്ധിച്ച് അവരെ നമുക്ക് ഐസോലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതുപോലെ അവർക്ക് ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ, ശ്രദ്ധ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ ICUലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. പിന്നെ എന്താണ്? The ICU has a very few beds and is usually handled by specialist doctors and nurses as well as consultant anesthetics, physiotherapist and dietitians. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് കേട്ടോ. ICU എന്ന് പറഞ്ഞാല് നമ്മുടെ വാർഡിലെ പോലെ ഒരുപാട് ബെഡുകൾ ഉണ്ടായിരിക്കും ICUവിനകത്ത്? ഒരിക്കലും ഉണ്ടാവില്ല. അവിടെ വളരെ കുറച്ച് ബെഡുകളെ ഉണ്ടാവുള്ളൂ അല്ലെ. അത്രയും സിവിയർ ആയിട്ടുള്ള ആളുകളെ മാത്രമാണ് നമ്മൾ ICUലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ അവിടെ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ICU എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യാലിറ്റി ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ് ആണ്, ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് ഈ പറയുന്ന ICU എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ ആരൊക്കെ ഉണ്ടായിരിക്കും? സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, എന്ന് പറഞ്ഞാൽ കൺസൾട്ടൻസ് തന്നെയാണ് കേട്ടോ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, നഴ്സസ് ഉണ്ടായിരിക്കും, അനസ്തെറ്റിക്സ് ഉണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, ഡയറ്റീഷ്യൻ ഉണ്ടാവും. അങ്ങനെ ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ടീം വർക്ക് ആയിട്ടാണ് അവിടെ എന്ത് കൊടുക്കുന്നത്? പേഷ്യൻസിന് ഒരു ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, അവിടെ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ICUവിന് പറയുന്ന മറ്റുള്ള പേരുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് അഥവാ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്നൊക്കെ പറയും. പിന്നെ ICU ഹാൻഡിൽ ചെയ്യുന്നത് ആരൊക്കെയാണ്? അതിലെല്ലാവരും വരുന്നുണ്ട്. കൺസൾട്ടൻസ് വരുന്നുണ്ട്, അനസ്തെറ്റിക്സ് വരുന്നുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നുണ്ട്, ഡയറ്റീഷ്യൻസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വായിച്ചോളൂ. നെക്സ്റ്റ് പറയാലോ? മനസ്സിലായല്ലോ? അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്. ഡെർമറ്റോളജി. ഓക്കെ, ഡെർമറ്റോളജി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മുടെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടത്. സ്കിന്ന് മാത്രമല്ല കേട്ടോ, സ്കിന്നുണ്ട്, ഹെയർ ഉണ്ട്, പിന്നെ നമ്മുടെ നെയില്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന തന്നെ സൗമ്യ കറക്റ്റ് ആണ് കേട്ടോ. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് എന്ത്? ഡെർമറ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓക്കെ, നമുക്കത് വായിക്കാം. നോക്കാം. Dermatology is the science that deals with the diagnosis and treatment of diseases of the skin, hair and the nails. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. നമ്മുടെ സ്കിന്ന്, നമ്മുടെ ഹെയർ, നെയിൽസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളുടെ ഈ പറയുന്ന ഡയഗ്നോസിസും ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഡെർമറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഓഫേഴ്സ് സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ക്ലിനിക്കൽ general dermatological problems, including disorders of the skin, hair and nail and venereal diseases, and also advanced cosmetics dermatology services for the management of problems like acne, scars, pigmentation, vitiligo, hair loss or hair fall, unwanted hair, moles, warts, wrinkling and aging skin.
കേട്ടോ. അപ്പൊ ഈ പറയുന്ന ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അവര് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അതായത് ജനറൽ ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസിനുള്ള സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഹെയർ, അതുപോലെ നമ്മുടെ നെയില്. പിന്നെ പറയുന്നത് വെനേറിയൽ ഡിസീസസ് ആണ്. വെനേറിയൽ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ആണ് കേട്ടോ, ലൈംഗിക രോഗങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരം അങ്ങനെയുള്ള രോഗങ്ങൾക്കുള്ള ഈ പറയുന്ന ജനറൽ ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസുകൾ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനു പുറമെ അഡ്വാൻസ്ഡ് കോസ്മെറ്റിക് ഡെർമറ്റോളജി സർവീസസ്, ഏറ്റവും ഇന്നത്തെ ഡെർമറ്റോളജി എന്ന് പറയുമ്പോൾ കോസ്മെറ്റിക് സർവീസസും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഡെർമറ്റോളജി സർവീസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് നോക്കിയേ. ഫോർ ദ മാനേജ്മെന്റ് ഓഫ് പ്രോബ്ലംസ് ലൈക്ക് ആക്നെ. ആക്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? പിമ്പിൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. ആക്നെ അതായത് മുഖക്കുരു ആണ് കേട്ടോ. അർത്ഥം അറിയില്ലെങ്കിൽ എഴുതി വെക്കണം കേട്ടോ. അറിയാവുന്നവര് എഴുതണ്ട, അറിയാത്തവര് എഴുതി വെച്ചോളൂ കേട്ടോ. ആക്നെ എന്താണ്? മുഖക്കുരു ആണ് കേട്ടോ. പിന്നെ സ്കാർ എന്താണ്? സ്കാർസ് പാടുകളാണ്, മുഖത്തുണ്ടാവുന്ന പാടുകള്. അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ. ഓക്കെ, പിഗ്മെന്റേഷൻ പ്രോബ്ലംസ്, ചിലർക്ക് സ്കിന്നിന് ഭയങ്കരമായിട്ടുള്ള പിഗ്മെന്റേഷൻ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. പിന്നെ വിറ്റിലിഗോ. എന്താണ് വിറ്റിലിഗോ എന്ന് പറഞ്ഞാല്? വിറ്റിലിഗോ വെള്ളപ്പാണ്ടാണ് കേട്ടോ. എന്താണ്? വെള്ളപ്പാണ്ട് കേട്ടോ, വിറ്റിലിഗോ. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ ഹെയർ ലോസ്, ഹെയർ ഫോള്, അൺവാണ്ടഡ് ഹെയർ, അനാവശ്യമായിട്ടുള്ള രോഗങ്ങൾ, അതുപോലെ മോൾസ് അല്ലെ, മറുകുകളൊക്കെ ഉണ്ട്. ഇന്നൊക്കെ നമുക്ക് ഇപ്പോ നമുക്ക് അപകി ഉണ്ടാക്കുന്ന മറുകുകളൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം അല്ലെ. അതിനുള്ള സേവനങ്ങളൊക്കെ ഇന്നിപ്പോ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് അല്ലെ. ഓക്കെ, മോൾസ് അല്ലെ, മറുകുകള്, വാട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അനിപ്പാറ എന്നൊക്കെ പറയില്ലേ. നിങ്ങളുടെ ഓരോരുത്തരുടെ നാട്ടിൽ എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങള് അനിപ്പാറ എന്നാണ് പറയുന്നത്. നിങ്ങൾ എങ്ങനെ പറയാ? വാട്സ്, അരിമ്പാറ എന്നൊക്കെ പറയില്ലേ. നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാവുന്ന, ഇത്തിരി കട്ടിക്ക് ഉണ്ടാവുന്ന സംഭവങ്ങൾ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ റിംഗ്ലിങ്, ചുളിവുകള്, ഏജിങ് സ്കിന്ന്, അതുപോലെ സ്കിന്നിന് കൂടുതൽ ഏജിങ് ഫീൽ ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള അഡ്വാൻസ്ഡ് കോസ്മെറ്റിക് ഡെർമറ്റോളജി സർവീസസും ഏത് ഡിപ്പാർട്ട്മെന്റ്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ അതിനകത്ത് മനസ്സിലാക്കാൻ, വേറെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം പറയണോ? മീനിങ്ങുകൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ, അറിയില്ലെങ്കിൽ ചോദിക്കണോ കേട്ടോ. അതിന് വേണ്ടി ഒന്നും വിചാരിക്കേണ്ട. മോൾസ് എന്ന് പറഞ്ഞാൽ മറുകാണ് കേട്ടോ. മറുക്. ഓക്കെ, ഇതാണ് മോൾസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വാട്സ്, അരിമ്പാറ എന്നൊക്കെ നമ്മൾ പറയും. റിംഗ്ലിങ് ചുളിവുകളാണ്. അതുപോലെ വിറ്റിലിഗോ വെള്ളപ്പാണ്ട് കേട്ടോ. സ്കാർ പാടാണ്, പാട് മുഖത്തുണ്ടാകുന്ന പാടുകളില്ലേ, അത്. ഓക്കെ, അങ്ങനെ ചോദിക്കുള്ളൂ കേട്ടോ. അതായത് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും വിച്ച് ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ഓഫ് സ്കിൻ, ഹെയർ, നെയിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ഡെർമറ്റോളജി ആണ്. വെനേറിയൽ എന്ന് വെച്ചാൽ ലൈംഗിക രോഗങ്ങളാണ് കേട്ടോ. ലൈംഗിക രോഗങ്ങളാണ്. ഓക്കെ, പിന്നെ ചിലപ്പോ നിങ്ങളോട് ഈ പ്രോബ്ലം എടുത്ത് ചോദിക്കും. ആക്നെ അല്ലെങ്കിൽ സ്കാർ, വിറ്റിലിഗോ, പിഗ്മെന്റേഷൻ, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഡയറക്റ്റ് ആയിട്ട് സ്കിന്ന്, നെയിൽ, ഹെയർ എന്നൊന്നും ചിലപ്പോൾ ചോദിക്കില്ല. ചിലപ്പോൾ അതിന് ഏതെങ്കിലും പ്രോബ്ലം തരും. അൺവാണ്ടഡ് ഹെയർ അല്ലെങ്കിൽ റിംഗ്ലിങ്, ഏജിങ് സ്കിൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസുകൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ ഡെർമറ്റോളജി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ENT ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ENT ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? ഇയർ, N ഫോർ നോസ് ആൻഡ് T ഫോർ ത്രോട്ട് അല്ലെ. ഓക്കെ, ENT ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. നോക്ക്, ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് എയിൽമെന്റ്സ് കൺസേൺഡ് വിത്ത് ദ ഇയർ, നോസ് ആൻഡ് ത്രോട്ട് കേട്ടോ. എയിൽമെന്റ് എന്ന് പറഞ്ഞ എന്തർത്ഥം? അലൈൻമെന്റ് അല്ല കേട്ടോ. എയിൽമെന്റ് മീൻസ് ഡിസീസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡിസീസ്, എയിൽമെന്റ് മീൻസ് ഡിസീസ്. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിനകത്ത് കേട്ടിട്ടുണ്ടാവും അല്ലെ. എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസീസ്, അസുഖം എന്നുള്ള അർത്ഥമാണ്. നമ്മളത് എടുത്ത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മളിനി ഓരോ ചാപ്റ്ററുകളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് അത് ഫെമിലിയർ ആയിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഇയർ, നോസ്, ത്രോട്ട് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഡിസീസുകളും മറ്റുമൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ENT ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എ ഡോക്ടർ
who is trained in the medical and surgical treatment of the ears, nose, throat, and related structures of the head and neck is generally referred to an ENT surgeon. Underline ചെയ്യാട്ടോ. അപ്പോ ENT surgeon or ENT specialist അതുമല്ലെങ്കിൽ മറ്റൊരു പേരും കൂടെ അവർ പറയുന്ന അറിയോ, ഓട്ടോ ലാരിംഗോളജിസ്റ്റ്. എന്താണ് പറയാ, ഓട്ടോ ലാരിംഗോളജിസ്റ്റ്. ആ പേര് നമുക്ക് അധികം ഫെമിലിയർ ആവില്ല. ENT ഡോക്ടർ, ENT സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. മറ്റൊരു പേരും കൂടെ അവരെ പറയും ഓട്ടോ ലാരിംഗോളജിസ്റ്റ്. അതായത് നമ്മുടെ ഇയറും നോസും ത്രോട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുന്നതിന് ട്രെയിൻഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിനെ നമ്മൾ എന്ത് പറയുന്നു, ENT സർജൻ അഥവാ ENT സ്പെഷ്യലിസ്റ്റ്, അതുമല്ലെങ്കിൽ ഓട്ടോ ലാരിംഗോളജിസ്റ്റ്. ഓട്ടോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിയറുമായിട്ട്, കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടതാണിത് ഓട്ടോളജി എന്ന് പറയുന്നത് കേട്ടോ. ഓട്ടോ ലാരിംഗോളജിസ്റ്റ്. ലാരിങ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വോയിസ് ബോക്സ് ആണ് കേട്ടോ. ലാരിങ്സ് കേട്ടോ, ലാരിങ്സ് നമ്മുടെ വോയിസ് ബോക്സ് ആണ്, നമ്മുടെ ശബ്ദം വരുന്ന ത്രോട്ടിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പൊ ഓട്ടോളജി എന്നൊക്കെ കേട്ടാൽ അത് ഹിയറിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലാരിങ്സ് എന്നൊക്കെ കേട്ടാൽ നമ്മുടെ വോയിസ് ബോക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അദ്ദേഹത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഓട്ടോ ലാരിംഗോളജിസ്റ്റ് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കണേ. ഇനി അടുത്തത് നോക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. The parts covered under this speciality. കേട്ടോ, ഞാൻ പറഞ്ഞിരുന്നു തുടക്കം, ചില ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില അവയവങ്ങൾ അല്ലെ ഓർഗൻസുകൾ നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. The parts covered under this speciality includes. ഇതിനകത്ത് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇയർ വരുന്നുണ്ട്, നോസ് വരുന്നുണ്ട്, നേസൽ പാസേജസ്, അതുപോലെ സൈനസസ്. സൈനസസ് എന്ന് പറയുമ്പോൾ സൈനസൈറ്റിസ് എന്നൊക്കെ എഴുതിയത് നമ്മുടെ ഈ മൂക്കിന്റെയും നമ്മുടെ ഈ ഒരു നെറ്റിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, പൊള്ളയായിട്ടുള്ള ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗത്തിന് നമ്മൾ സൈനസസ് എന്നാണ് പറയുക കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു മൂക്കിനോടും പിന്നെ ഈ നെറ്റിയുടെ ഇത്രയും പോർഷൻ ഇല്ലേ, ഇങ്ങനെ ഒരു ജോയിൻ ചെയ്തൊരു ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ സൈനസ് എന്ന് പറയുന്നത്. അവിടെ ഈ കഫം കെട്ടി നിന്നിട്ടാണ് നമുക്ക് ഈ സൈനസൈറ്റിസ് പോലുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നത് കേട്ടോ. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ നമുക്ക് അനുഭവപ്പെടും, മൂക്കടയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ സൈനസസ്, അതുപോലെ ലാരിങ്സ്. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞില്ലേ, വോയിസ് ബോക്സ് ആണ് കേട്ടോ, നമ്മുടെ സൗണ്ട് വരുന്ന ഭാഗമാണ്. പിന്നെ ഓറൽ ക്യാവിറ്റി. ഓറൽ ക്യാവിറ്റി നമ്മുടെ മൗത്തിന്റെ ആ ഒരു ഭാഗങ്ങള്, അതെന്ന് പറയുമ്പോൾ പുറമേയുള്ള ഭാഗങ്ങൾ, അകത്തേക്കുള്ള ഭാഗങ്ങള്, നമ്മുടെ ത്രോട്ടിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഓറൽ ക്യാവിറ്റി. അതുപോലെ മൗത്ത് ആൻഡ് ത്രോട്ട്, ആസ് വെൽ ആസ് സ്ട്രക്ചർ ഓഫ് ദ നെക്ക് ആൻഡ് ഫേസ്. പിന്നെ കുറച്ച് നമ്മുടെ നെക്കിന്റെയും നമ്മുടെ ഫേസുമായിട്ട് ബന്ധപ്പെട്ട, ദാറ്റ് മീൻസ് ഇതൊക്കെ കണക്റ്റഡ് ആണല്ലോ പരസ്പരം, അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെയാണ് ഏത് ഡിപ്പാർട്ട്മെന്റിൽ ഹാൻഡിൽ ചെയ്യുന്നത്, ENT ഡിപ്പാർട്ട്മെന്റിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അടുത്തത് ഇറ്റ് ഇൻക്ലൂഡ്സ് ട്രീറ്റ്മെന്റ് ഓഫ് എ വെറൈറ്റി ഓഫ് എയിൽമെന്റ് ലൈക്ക്. അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. എന്തൊക്കെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതൊക്കെയാണ് നോക്കിയേ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ജനറൽ ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡിസീസസ് കേട്ടോ. പൊതുവെ വരുന്ന നമ്മുടെ ഇയർ, നോസ്, ത്രോട്ട് ഡിസീസസ്. അതുപോലെ തന്നെ നെക്ക് ലെംസ്. നെക്ക് ലെംസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കഴുത്തിലുണ്ടാവുന്ന മുഴകള്. ഓക്കെ, ലംബദ്രച്ച മുഴ എന്നുള്ള അർത്ഥമാണ്, സ്വെല്ലിംഗ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ നെക്ക് ലെംസ് എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാവുന്ന മുഴകള്. അതുപോലെ ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ, നമ്മുടെ ഹെഡ് നെക്ക് ഏരിയയിലൊക്കെ വരുന്ന ക്യാൻസേഴ്സ്. പിന്നെ ടിയർ ഡക്ട് പ്രോബ്ലം. ടിയർ ഡക്ട് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, കണ്ണുനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലം. ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കും കണ്ണിന്റെ ഏതെങ്കിലും ഒഫ്താൽമോളജി അല്ലേ എന്ന് ചിലപ്പോൾ ചിന്തിക്കാം അല്ലെ. ഓക്കെ, കണ്ണിന്റെ വരുന്നുണ്ട്, ഒഫ്താൽമോളജിയിൽ വരുന്നുണ്ട്, ഇവിടെയും പറയുന്നുണ്ട് കേട്ടോ. അത് ടിയർ ഡക്ട് പ്രോബ്ലംസ് ആണ് കേട്ടോ, കണ്ണുനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസുകള്. അതുപോലെ തന്നെ ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ് അല്ലെ. നമ്മൾക്ക് കേൾവി തകരാറുകള്. പിന്നെ നമുക്ക് മിക്ക ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് അല്ലെ, ഇയർ ബാലൻസിങ്ങിന്റെ പ്രോബ്ലം. നമ്മൾക്ക് നമ്മുടെ ചെവി എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലൻസ് നിലനിർത്തുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഓർഗനാണ് അല്ലെ. അപ്പൊ ഇയർ ബാലൻസിങ്ങിന്റെ പ്രശ്നം കൊണ്ട് ഭയങ്കര സിവിയർ ആയിട്ടുള്ള തലകറക്കം, ഛർദി, എണീറ്റ് നിൽക്കാൻ പറ്റില്ല അല്ലെ, ചുറ്റുവട്ടം മുഴുവൻ കറങ്ങുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇയർ ബാലൻസിങ്, ഹിയറിംഗ് ഡിസോർഡേഴ്സ്. പിന്നെ സ്നോറിങ്. സ്നോറിങ് എന്താണ്, കൂർക്കമ്പലി. സ്നോറിങ് എന്താണ്, കൂർക്കമ്പലി. അത് നമ്മുടെ ഈ നോസിനോട് ബന്ധപ്പെട്ട് വരുന്ന അസുഖമാണ്. നമ്മുടെ നോസിന്റെ പുറകിൽ ഒരു അഡിനോയിഡ് ഗ്ലാൻഡ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഇൻഫ്ലമേറ്റഡ് ആയി കഴിഞ്ഞാലൊക്കെ
വരുന്നൊരു അവസ്ഥയാണ്. അതുപോലെ മൂക്കില് ഈ മൂക്കടഞ്ഞു പോകുമ്പോഴൊക്കെ ചില ആളുകൾ കണ്ടിട്ടില്ലേ, വായിൽ കൂടെയാണ് വിശ്വസിക്കുന്നത് അല്ലെ. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് അതൊക്കെ ഇതിലാണ് വരുന്നത് കേട്ടോ. സ്നോറിംഗ് ആണ്, കൂർക്കം വലി കേട്ടോ. അതുപോലെ തന്നെ ENT അലർജിക് പ്രോബ്ലംസ്, ENT ആയിട്ട് ബന്ധപ്പെട്ട അലർജിക് പ്രോബ്ലംസുകള്, സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്. സലൈവറി ഗ്ലാൻഡ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താ, ഉമിനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാവുന്ന തകരാറുകള്. അതാണ് നേരത്തെ നമ്മൾ ഓറൽ ക്യാവിറ്റിയിൽ പറഞ്ഞത് കേട്ടോ. സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്, ഉമിനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ. നമ്മുടെ ശരിക്കും പറഞ്ഞൊരു 3 pairs ഓഫ് സലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട് നമ്മുടെ മൗത്തിനകത്ത് കേട്ടോ. ഓക്കെ, അപ്പൊ സലൈവറി ഗ്ലാൻഡ് ഡിസീസ്, പിന്നെ വോയിസ് ഡിസോർഡേഴ്സ്, നമ്മുടെ ശബ്ദത്തിന് ഉണ്ടാകുന്ന തകരാറുകള്. ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? ഇത് ഡിപ്പാർട്ട്മെന്റിലാണ്, ENT ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പൊ എളുപ്പമല്ലേ ഇത്? അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ആ ഡിസീസസുകൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. കാരണം അതിൽ തന്നെ ചോദിക്കുള്ളൂ. അപ്പൊ അതിൽ നിന്ന് എടുത്ത് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, ബാലൻസ് ഹിയറിംഗ് ഡിസോർഡേഴ്സ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, ഹിസ്റ്റോറി ഇഷ്യൂസുകൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ആ രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയണം അത് ENT ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ ആണോ? മനസ്സിലായോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത് ഓർക്കുക കേട്ടോ. ENT സ്പെഷ്യലിസ്റ്റ്, ENT സർജൻ, മറ്റൊരു പേര് അത് ഇമ്പോർട്ടന്റ് ആണ്, ഓട്ടോലാരിങ്കോളജിസ്റ്റ്. അതാണ് ഓട്ടോലാരിങ്കോളജിസ്റ്റ്. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വോയിസ് ബോക്സ് കേട്ടോ. ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. വായിച്ചു. ഇനി ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് കേട്ടോ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. കാര്യം നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് എൻഡോക്രൈനോളജി ആണ്. അപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പിക്ചർ കണ്ടിട്ടാവുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിൽ നിൽക്കും. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതുവരെ നിങ്ങൾ ഇതൊന്ന് വായിക്കുക കേട്ടോ. ഓക്കെ.
ഓക്കെ, പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? അയ്യോ, ഇവിടെ പോയി. ഇതെല്ലാം കണ്ടാണല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മള് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അടുത്തത് എൻഡോക്രൈനോളജി. അതിന് മുമ്പ് നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കത് വായിക്കായിരിക്കും നല്ലത് കേട്ടോ. അതായത് എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മറ്റുള്ള കുറെ സിസ്റ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മളിത് പഠിച്ചിട്ടുണ്ട് കേട്ടോ, സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് പറയാ. എന്താണ് പറയാ? അന്തസ്രാവി വ്യവസ്ഥ എന്നാണ് മലയാളത്തിൽ അങ്ങനെയാണ് പറയാ കേട്ടോ, എൻഡോക്രൈൻ സിസ്റ്റം. അപ്പോ ഈ നമുക്കറിയാം നമ്മുടെ ശരീരത്തില് ധാരാളം ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് ഒരുപാട് മെറ്റാബോളിക് ആക്ടിവിറ്റീസുകൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പറയുന്ന ഈ ഒരു ഹോർമോണുകളുടെ ഉത്പാദനത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് നമ്മൾ പറയും. മനസ്സിലായോ? അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില രാസവസ്തുക്കളുടെ എന്ത് പറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഓക്കെയാണോ? എന്താണ് ചിരിക്കല്? മോജി ഇട്ടു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇനി പ്രോബ്ലം? ഓക്കെ, അപ്പൊ നോക്കുക, നമ്മള് ഈ പറയുന്ന ഹോർമോണുകളുടെ ഉത്പാദനത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഈ പറയുന്ന എന്താണ് മെറ്റാബോളിക് ആക്ടിവിറ്റീസുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഈ പറയുന്ന ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളെയാണ് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തില് ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നുണ്ട്, ആക്ഷൻസിലൂടെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലെ. എന്നതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഈ പറയുന്ന സെല്ലുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഹോർമോണുകൾ ഉപയോഗിച്ച്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് സെല്ലുകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഹോർമോണുകളിലൂടെയാണ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണമെന്നില്ല അതിന്റെ ഫംഗ്ഷൻ. അത് ഒരു പക്ഷെ നമ്മുടെ ബ്രെയിനിന്റെ ഭാഗത്ത് നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആയിരിക്കും, പക്ഷെ അതിന്റെ ഫംഗ്ഷൻ വരുന്നത് മറ്റേതെങ്കിലും ഭാഗത്തായിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഈ പറയുന്ന ഹോർമോണുകള്, എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകള് നേരിട്ട് നമ്മുടെ ബ്ലഡിലോട്ടാണ് സെക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലഡ് ത്രൂ ആയിട്ടാണ് ഈ ഹോർമോണുകള് അതിന്റെ ഫംഗ്ഷൻ ഏരിയാസിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ഈ പറയുന്ന ഹോർമോണുകളെ പറ്റിയിട്ടും ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ പറ്റിയിട്ടുമുള്ള ഒരു പഠന വിഭാഗമാണ് എന്ത്? എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അത് ജസ്റ്റ് അതൊന്ന് വായിക്കട്ടെ, അത് പറ്റേ വായിച്ചിട്ട് പിക്ചർ നോക്കാം. Endocrinology. Endocrinology is the study of medicine that relates to the endocrine system. Okay, അപ്പൊ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെഡിസിൻ സ്പെഷ്യാലിറ്റി ആണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് the body endocrine system includes. നമ്മുടെ ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് ഉൾപ്പെടുന്ന ഓർഗൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പാൻക്രിയാസ്. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പാൻക്രിയാസ്, പിന്നെ തൈറോയിഡ്, പാരാതൈറോയിഡ്, പീനിയൽ ഗ്ലാൻഡ്, ദെൻ ഹൈപ്പോതലാമസ്, അഡ്രീനൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ദ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. ഇത്രയും ഭാഗങ്ങളാണ്
നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരുന്നത്. അപ്പൊ ഈ ഓർഗൻസുകളുടെ പേരുകളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം ഈ ഓർഗനിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് എവിടെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കിട്ടും. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ്? ഒന്ന് പാൻക്രിയാസ് ആണ്, രണ്ട് തൈറോയിഡ്, പാരാതൈറോയിഡ്, പീനിയൽ ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ് ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, സ്ത്രീകളിലാണെങ്കിൽ ഓവറീസ്, പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസ്. ഇത്രയുമാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരുന്ന ഗ്ലാൻഡ്സുകൾ കേട്ടോ. അപ്പൊ ഇവൻ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഉണ്ട്. അപ്പൊ ഹോർമോണുകളെ പറ്റി നമ്മൾ പഠിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയൊരു വാസ്റ്റ് ഏരിയയാണ്. ഭയങ്കര ഒരുപാടുണ്ട്, ഒത്തിരി ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിനകത്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്കൊന്നും നമുക്ക് പോകണ്ട, നമുക്ക് ജസ്റ്റ് എന്താണുള്ളത് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. നോക്കാട്ടോ. അതിനകത്ത് തുടക്കം കാണുന്ന ഒരു ഭാഗം നമുക്ക് ആദ്യം ബ്രെയിനിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ബ്രെയിനിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്കറിയാം ബ്രെയിനിൽ ആദ്യം കാണുന്ന ഒരു ഭാഗം നമ്മൾ ബ്രെയിനിൽ നിന്ന് തുടങ്ങാം. നോക്കട്ടെ, ഹൈപ്പോതലാമസ് കണ്ടോ? ഹൈപ്പോതലാമസ് നമ്മുടെ ബ്രെയിനിന്റെ ആ ഒരു ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിന്നെ അതിന്റെ അടുത്തായിട്ട് തന്നെ കാണുന്നതാണ് പീനിയൽ ഗ്ലാൻഡ്. ഈ പറയുന്ന 3 ഗ്ലാൻഡുകളും നമ്മുടെ ബ്രെയിനിലാണ് കേട്ടോ. ഏതൊക്കെയാണ്? ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതുപോലെ തന്നെ പീനിയൽ ഗ്ലാൻഡ് കേട്ടോ, പീനിയൽ ഗ്ലാൻഡ്. പിന്നെ നമ്മൾ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ത്രോട്ടിന്റെ ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് തൈറോയിഡ് ഗ്ലാൻഡ് കേട്ടോ, തൈറോയിഡ് ഗ്ലാൻഡ്. ഈ തൈറോയിഡ് ഗ്ലാൻഡിന്റെ തൊട്ട് പുറകെയായിട്ട് കാണപ്പെടുന്നതാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് കേട്ടോ. എന്താണ് പാരാതൈറോയിഡ്? നമുക്ക് പിക്ചറിൽ ക്ലിയർ അല്ല എങ്കിലും പറയാണ്, നമ്മുടെ ത്രോട്ടിന്റെ ഭാഗത്തുള്ളത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. ഈ തൈറോയിഡ് ഗ്ലാൻഡിന്റെ തൊട്ടു പുറകെയായിട്ട് കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് പാരാതൈറോയിഡ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നെക്സ്റ്റ് വരുന്നതാണ് തൈമസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലാൻഡ് ഉണ്ട്. പക്ഷെ നമുക്ക് ടെക്സ്റ്റിനകത്ത് അത് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നമ്മുടെ എന്താണ് സ്റ്റേണം, നമ്മുടെ മാറിലുണ്ടല്ലോ, അതിന്റെ പുറകെ ആയിട്ടാണ് ഈ തൈമസ് ഗ്ലാൻഡ് കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അത് നമ്മുടെ ടെക്സ്റ്റിലില്ല, അതുകൊണ്ട് അത് നോക്കണ്ട. പിന്നെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പാൻക്രിയാസ് ആണ് കേട്ടോ. ഇതാണ് പാൻക്രിയാസ് കണ്ടോ, പാൻക്രിയാസ് ഗ്ലാൻഡ് നോക്കുക. ഈ പാൻക്രിയാസ്, ഓക്കെ, പാൻക്രിയാസ്, ഈ പാൻക്രിയാസ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസ് ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഓവറി ആണ്. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഓവറി ആണ്, പുരുഷന്മാരിലാണെങ്കിൽ അത് ടെസ്റ്റിസ് ആണ്. ഓക്കെ, ഓക്കെ ആണോ? ഏകദേശം നിങ്ങൾ അതിന്റെ ഒരു ലൊക്കേഷൻ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അത്ര മതി എന്നിട്ട്, വേറെ ഒന്നും വേണ്ട. അപ്പൊ ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ദ ബോഡി എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് പാൻക്രിയാസ്. ഓക്കെ, പാൻക്രിയാസ്. പിന്നെന്താണ്? അതായത് നമ്മുടെ ആമാശയം ഉണ്ടല്ലോ, സ്റ്റൊമക്ക്, അതിന്റെ മുകളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ടാണ്, ഒരു ലീഫി പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഒരു നീണ്ട ഇലയുടെ ഒരു ആകൃതിയാണ് ഇതിന് പാൻക്രിയാസ്. ഓക്കെ, പാൻക്രിയാസ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇൻസുലിന്റെ അഭാവം കൊണ്ടാണല്ലോ നമുക്ക് ഷുഗർ അല്ലെ, ഡയബറ്റീസ് ഉണ്ടാകുന്നത്. പിന്നെ തൈറോയിഡ് ഗ്ലാൻഡ്, പാരാതൈറോയിഡ്, പീനിയൽ ഗ്ലാൻഡ്. പീനിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിനകത്തുള്ള ഗ്ലാൻഡ് ആണ് കേട്ടോ, പീനിയൽ ഗ്ലാൻഡ്. അതുപോലെ തന്നെ ഹൈപ്പോതലാമസ്. പിന്നെ ഒരു ഗ്ലാൻഡ് നമ്മൾ പറയാൻ പറ്റുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ് കേട്ടോ. ഈ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ
നമ്മുടെ കിഡ്നി ഉണ്ടല്ലോ, കിഡ്നിയുടെ മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഓർഗനാണ്, മീൻസ് ഒരു ഓർഗൻ അല്ല, ഒരു ഗ്ലാൻഡ് ആണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് രണ്ട് കിഡ്നി ഉണ്ടല്ലോ, കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ക്യാപ്പ് പോലെയുള്ള ഒരു തൊപ്പിയുടെ ഒരു ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡ് ആണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, പിന്നെ സ്ത്രീകളില് ഓവറീസ് ഉണ്ട്, പുരുഷന്മാരില് ടെസ്റ്റിസ്. ഓക്കെ, ഇത്രയുമാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരുന്ന ഗ്ലാൻഡുകൾ. ഈ പറയുന്ന ഓരോ ഗ്ലാൻഡുകളും എന്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട്? ഹോർമോണുകള് ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഹോർമോണുകളുടെ പ്രൊഡക്ഷനിലൂടെയാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാ മെറ്റാബോളിക് ആക്ടിവിറ്റീസുകളും നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി നോക്കാം, എന്താണ് എൻഡോക്രൈനോളജി എന്ന് ചോദിച്ചാൽ അതിനൊരു കറക്റ്റ് ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം, എൻഡോക്രൈനോളജി is a medical super specialty that deals with the study of hormones and hormone related to the glands. അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് which medical specialty deals with the study of hormones and hormone related glands. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? they work closely with the specialist in ophthalmology, radiation oncology, surgery, obstetrics, transplantation, and other specialty areas to provide a multidisciplinary approach to a person's medical problem. അതായത് നമ്മൾ ഈ പറയുന്ന എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ക്ലോസ്ലി കണക്റ്റഡ് ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന പല ഗ്ലാൻഡുകളും അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഒരു എക്സാമ്പിൾസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. they work closely with the specialist in ophthalmology. ഒപ്താൽമോളജി എന്ന് പറയുന്നത് കണ്ണ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ. ഇപ്പൊ നമ്മള് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡയബറ്റിക് റെറ്റിനോപ്പതി അതായത് പ്രമേഹ രോഗികൾക്ക് എന്ത് സംഭവിക്കും? കാഴ്ച സംബന്ധമായിട്ട് ഇഷ്യൂസുകൾ അവർക്ക് വരും. അപ്പൊ ഈ കണ്ണ് ഒപ്താൽമോളജി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഡയബറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഡെഫിഷ്യൻസി മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്. ഈ ഒരു ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് ഏത് ഗ്ലാൻഡ് ആണ്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് എന്തിന് വരുന്നതാണ്? എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ റേഡിയേഷൻ ഓങ്കോളജി. ഓങ്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാൻസർ സംബന്ധമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഇപ്പൊ തൈറോയിഡ് ക്യാൻസർ അല്ലെ, തൈറോയിഡ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. അതിന് ക്യാൻസർ നമുക്ക് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് അവിടെ കണക്റ്റഡ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ സർജറി, ഇപ്പൊ ഒരുപാട് സർജറികളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അല്ലെ. ഈ പറയുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട സർജറികൾ നടക്കുന്നുണ്ട്. ഒബ്സ്ട്രക്ടിക്സിന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു, അതായത് അമ്മയ്ക്ക് കുഞ്ഞിനൊക്കെ ഒരുപോലെ പരിചരണങ്ങൾ കൊടുക്കുന്ന പ്രഗ്നൻസി, പോസ്റ്റ് മോർട്ടം പീരീഡ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഇഷ്യൂസുകൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഒബ്സ്ട്രക്ടിക്സ്. തീർച്ചയായിട്ടും അത് ഫീമെയിൽസിന്റെ ഈ പറയുന്ന ഓവറീസുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. ഓവറീസ് എന്ന് പറയുന്നത് എൻഡോക്രൈൻ ഗ്ലാൻഡിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെ, ട്രാൻസ്പ്ലാന്റേഷൻ സർജറികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള സ്പെഷ്യാലിറ്റി ഏരിയകളുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. കാര്യം മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുടെയും ഒരു ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഒരു എന്താണ് ആ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് വെച്ചാൽ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലും പ്രവർത്തിക്കുന്ന സ്പെഷ്യലിസ്റ്റുകളുടെ ആ ഒരു കൊളാബറേഷനോട് കൂടിയിട്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും നല്ല സേവനങ്ങള് അല്ലെങ്കിൽ ഈ പറയുന്ന സർവീസസുകൾ ആർക്ക് കൊടുക്കുന്നത്? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ മെഡിക്കൽ പ്രോബ്ലംസുകൾക്കുള്ള ട്രീറ്റ്മെന്റുകളും ഡയഗ്നോസിസും ഒക്കെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്നത്? ഒന്നാമത്തെ എന്താണ്? ഡയബറ്റിസ് അല്ലെ, പ്രമേഹം. അതുപോലെ ന്യൂട്രീഷൻ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ, നമ്മുടെ ഈ ഹോർമോണിന്റെ ഇംബാലൻസും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ന്യൂട്രീഷണൽ ഇഷ്യൂസുകൾ അതുമൂലം വരാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ്. എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് കാൽഷ്യം ഓൺ ബോൺ ഡിസോർഡേഴ്സ് ആണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി. നമുക്കറിയാം നമ്മുടെ എല്ല്, അതുപോലെ പല്ല്, ഇതിന്റെയൊക്കെ വളർച്ചയ്ക്കും ഹെൽത്തിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനറലാണ് എന്ത്? കാൽസ്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ കാൽസ്യത്തിന്റെ അഭാവം മൂലം എന്ത് സംഭവിക്കുകയാണ്? എല്ലുകളും പല്ലുകളൊക്കെ ക്ഷയിക്കാൻ തുടങ്ങും അല്ലെ. ഈ പറയുന്ന ബോൺസ് ബിക്കം ഫ്രജൈൽ ആവും. ബോൺസ് കുറെ കൂടെ ക്ഷയിക്കാൻ തുടങ്ങും. ആൻഡ് ഇത് എന്താണ്? ബിക്കമിങ് ബ്രേക്ക് ആവാൻ തുടങ്ങും
അല്ലെ? ആ ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് കേട്ടോ. എല്ല് പൊടിയാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഓസ്റ്റിയോപോറോസിസ്. കാര്യം എന്താണ്? അതൊരു കാൽസ്യം ഓർ ബോൺ ഡിസോർഡർ ആണ്. കാര്യം കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി മൂലം ബോൺസുകൾ എന്താവുകയാണ്, ബിക്കം ഫ്രജൈൽ അല്ലെ, വളരെ ക്ഷയിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വരുന്ന ഒരു സാഹചര്യമാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഈ കാൽസ്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിനകത്ത് കാൽസ്യത്തിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്, കാൽസിറ്റോണിൻ എന്ന് പറയും. ഈ കാൽസിറ്റോണിൻ ശരിക്കും ഉത്പാദിപ്പിക്കുന്ന തൈറോയിഡ്, ആ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ഗ്ലാൻഡ്, തൈറോയിഡ്, ഓക്കെ, ആ ഒരു ഗ്ലാൻഡ് ആണ് നമ്മുടെ കാൽസിറ്റോണിൻ. തൈറോയിഡ് ആണ് പാരാതൈറോയിഡ് ആണോ എന്നറിയില്ല, എന്തായാലും കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഹോർമോണാണ് നമ്മുടെ ശരീരത്തിനകത്ത് കാൽസ്യത്തിന്റെ ലെവലുകൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതും ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ്. പിറ്റ്യൂട്ടറി ഗൊണാഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സെക്ഷുവൽ ഓർഗൻസ് ആണ്. ദാറ്റ് മീൻസ് സെക്ഷുവൽ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്, ലൈക്ക് ടെസ്റ്റിസ്, ഓവറീസ്, അതിനെയൊക്കെയാണ് നമ്മൾ കളക്റ്റീവ്ലി ഗൊണാഡ് എന്നാണ് പറയുക കേട്ടോ, ഗൊണാഡ്. ഓക്കെ, അപ്പൊ പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാം തന്നെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളാണ്. ഇതിന് വരുന്ന ഡിസോർഡേഴ്സ്. പിന്നെ തൈറോയിഡ് ഡിസോർഡേഴ്സ്, തൈറോയിഡിന്റെ ഇഷ്യൂസ് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ വരും അല്ലെ. ഓക്കെ, അതുപോലെ ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻ. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒക്കെ എന്താണ്, ഹോർമോണൽ ഇഷ്യൂസ് മൂലമാണ് ആ ഒരു അവസ്ഥ വരുന്നത് അല്ലെ. ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് മെഡിസിൻ, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ, ഇങ്ങനെയുള്ള കാര്യം, അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളുടെ ട്രാൻസ്പ്ലാന്റേഷൻ, ഇങ്ങനെയുള്ള എല്ലാ മെഡിക്കൽ പ്രോഗ്രാംസുകളും ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കൈകാര്യം ചെയ്യുന്നത്? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ, മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ച ഡിപ്പാർട്ട്മെന്റുകൾ, കാർഡിയോളജി നമ്മൾ പഠിച്ചു, ദെൻ നമ്മൾ ICU പഠിച്ചു, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ദെൻ അനസ്തേഷ്യോളജി ഡിപ്പാർട്ട്മെന്റ്, ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്, ENT ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമുക്കൊരു 24ഓളം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കാനുണ്ട് കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു 24 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ കേട്ടോ, ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. ഇതിൽ പറയുന്ന പലതും നമുക്ക് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് നല്ലോണം മനസ്സിലായി. അപ്പൊ കഴിഞ്ഞ എടുത്തത് മനസ്സിലായില്ലേ? നല്ല ക്ലാസ് ആയിരുന്നു മാം. ആണോ? ഓക്കെ. ഞാൻ ബേസിക്കലി ഒരു തൃശ്ശൂരക്കാരിയാണ്. ഞങ്ങളത് താമസിക്കുന്നത്, അതൊക്കെ ഒരു ടോയും ഒക്കെ എപ്പോഴും എന്റെ ലാംഗ്വേജിൽ ഉണ്ടാകും. തൃശ്ശൂരാണ് എന്റെ നാട്. ലാംഗ്വേജിന് മാറ്റം തോന്നില്ല മാം. ആണോ? ഓക്കെ. കുറെ പേര് ഇവിടെ തൃശ്ശൂർക്കാരുണ്ടെന്ന് തോന്നുന്നു അല്ലെ. ഇത് ശരിക്കും വീട് തൃശ്ശൂരാണ്. എന്റെ മാരേജ് ചെയ്തു കൊണ്ടുവന്നത് ഇവിടെ പെരുമ്പാവൂരാണ്. അപ്പൊ തൃശ്ശൂര് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പെരുമ്പാവൂർ എവിടെയായിട്ടാ മാം? പെരുമ്പാവൂര് വെങ്ങോല. വെങ്ങോല എവിടെയായിട്ടാ? പെരുമ്പാവൂര് വെങ്ങോല, അവിടെയല്ല ഇപ്പൊ താമസിക്കുന്നത്. ഞാനിപ്പോ നെടുമ്പാശ്ശേരിയാണ് താമസിക്കുന്നത്. ആണോ? ആ, അവിടെ തന്നെ എന്റെ വീട്. പെരുമ്പാവൂർ വെങ്ങോലയാണ് എന്റെ വീട്. ആണോ? അത് ശരിയാണ്. അത് ശരിയാണ്. അവിടേക്കാണ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് നെടുമ്പാശ്ശേരി. ശരിക്കും നാട് തൃശ്ശൂരാണ്. അപ്പൊ ശരി കേട്ടോ. വേറെ ക്ലാസ് ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, മറന്നുപോയി. ഇനി നമ്മള് ക്രിസ്മസ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കാണുള്ളൂ. അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ കേട്ടോ. എന്തായാലും പറയാണ്, ക്ലാസ് ബുധനാഴ്ചയല്ലേ എനിക്ക് ക്ലാസ് വരുള്ളൂ. അപ്പൊ നിങ്ങളോട് വിഷസ് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്രിസ്മസ് വിഷസ് അറിയിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫാമിലീസിനും അറിയിക്കാണ് കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം.